നമസ്തേ. ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ ഇന്നലെ നിർത്തിയെടുത്ത് തന്നെ നമ്മൾ തുടങ്ങാം കേട്ടോ. ഒരു സെക്കൻഡേ. വേറൊരു വ്യാഖ്യാനമുള്ളത്, ഇതും ഗ്രന്ഥങ്ങളുണ്ട്, ഈ പറഞ്ഞത് ഗ്രന്ഥങ്ങളുണ്ട്. വേറൊരു വ്യാഖ്യാനമുള്ളത്, കൊച്ചുനാളിൽ ക്രിസ്തു ഭാരതത്തിലേക്ക് വന്ന് ഇവിടുന്ന് വേദാന്തവും യോഗവും ഒക്കെ പഠിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നാണ്. അതിനും ഗ്രന്ഥങ്ങളുണ്ട്, അതിനെ എതിർത്തും കൊണ്ടും ഗ്രന്ഥങ്ങളുണ്ട്. യേശു ക്രിസ്തു ഭാരതത്തിൽ വന്നോ വന്നില്ലേ നമുക്ക് പറയാൻ വയ്യ. രണ്ടിനും അനുകൂലമായും പ്രതികൂലമായും ഗ്രന്ഥമുണ്ട്. പക്ഷെ ഒരു വിഷയത്തിൽ സംശയമില്ല. അതെന്താണ് സംശയമില്ലാത്ത വിഷയം? കൊച്ചുനാളിൽ അച്ഛനോടും അമ്മയോടുമൊപ്പം യഹൂദ ദേവാലയത്തിൽ പോയ ക്രിസ്തു തിക്കിലും തിരക്കിലും വിട്ട് അച്ഛനമ്മമാരുടെ പിടി വിട്ടുപോയി. പിന്നെ എവിടെയായിരുന്നു ക്രിസ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചന പോലും ബൈബിളിലില്ല. ഒരു സൂചന വേണ്ടേ? ഇല്ല. ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഒരു സന്യാസിക്ക് ചേർന്ന കാര്യമാണോ ഇത് കള്ളം പറഞ്ഞില്ലേ? യേശുവിനെ ദേവാലയത്തിൽ കാണാതായി, അത് പറഞ്ഞിട്ടുണ്ട്. അത് ലൂക്കായുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അന്നേരം യേശുവിന് 12 വയസ്സുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം പറയണത് ഈ കാണാതായതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചനയും ബൈബിളിൽ ഇല്ല എന്നാണ് പറയണത്. എന്ത് ബൈബിൾ വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ബൈബിളിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് യേശുവിനെ എങ്ങനെയെങ്കിലും ഹൈന്ദവീകരിക്കാനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രമം. യേശുവിനെ സനാതനിയാക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. കാരണം കള്ളമാണ് പറയുന്നത്. ഒരു സൂചന പോലുമില്ല, ഒരു സൂചന പോലുമില്ല. ലൂക്കായുടെ പുസ്തകം എടുത്ത് വായിക്കൂ, 2-ാം അധ്യായം. ആണ്ടെ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം കാണിച്ചു തരാവേ, ഒരു സെക്കൻഡ്. ബൈബിൾ ഗേറ്റ്വേ, BibleGateway.com, ലൂക്കയുടെ പുസ്തകം 2-ാം അധ്യായം. ഹിയർ കംസ്. ഓക്കെ ഓക്കെ ഇതിപ്പം ഇംഗ്ലീഷാണുള്ളത്, അത് ഞാൻ വായിക്കാം. എവറി ഇയർ ജീസസ് പാരൻസ് വെന്റ് ടു ജെറുസലേം ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ദ പാസ് ഓവർ. അപ്പോൾ പാസ് ഓവർ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും യേശുവിൻ്റെ മാതാപിതാക്കൾ ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. വെൻ ഹി വാസ് 12 years old, അതാ ഞാൻ പറഞ്ഞത്, അവന് 12 വയസ്സുള്ള സമയം. ദേ വെന്റ് അപ് ടു ദ ഫെസ്റ്റിവൽ അക്കോർഡിംഗ് ടു ദ കസ്റ്റം. അവരുടെ ആചാരം അനുസരിച്ച് അവർ ഫെസ്റ്റിവലിന് പോയി. ആഫ്റ്റർ ദ ഫെസ്റ്റിവൽ വാസ് ഓവർ, വൈൽ ഹിസ് പാരൻസ് വർ റിട്ടേണിംഗ് ഹോം, the boy Jesus stayed behind in Jerusalem, but they were unaware of it, thinking he was in their company. They traveled on for a day. They traveled on for a day. അതായത് ഒരു ദിവസം അവർ സഞ്ചരിച്ചു, യേശു അവരുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. then they began looking for him among their relatives and friends. അതായത് ഇവർ സഞ്ചരിച്ച് നസറത്ത് എത്തിയെന്ന് തോന്നുന്നു, കാരണം അവിടെയുള്ള ഇവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഉള്ളത്. when they did not find him, they went back to Jerusalem to look for him. അങ്ങനെ അവർ തിരിച്ച് ജെറുസലേമിൽ വന്നു. after 3 days they found him in the temple courts. വേണ്ട കിടക്കണം, ഒരു സൂചന പോലും ഇല്ലെന്ന് പറഞ്ഞാൽ. യേശുവിനെ കാണാതെ പോയിട്ട് പിന്നെ യേശു പൊന്തണത് കാശ്മീരാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായി? After 3 days they found him in the temple court, sitting among the teachers, listening to them and asking them questions. Everyone who heard him was amazed at his understanding and his answers. When his parents saw him, അവൻ്റെ മാതാപിതാക്കൾ അവനെ കണ്ടപ്പോൾ, they were astonished. His mother said to him, "Son, why have you treated us like this? Your father and I have been anxiously searching for you." ഓക്കെ, ഞങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടി, ഞാനും നിന്റെ പിതാവും ഞാനും വളരെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മറുപടി, "Why were you searching for me?" he asked. നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? "Didn't you know I had to be in my father's house?" ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആണ്. യേശുവിനെ പ്രസവിച്ച സ്ത്രീ മറിയ, അവർ യോസഫിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്, ഞാനും നിൻ്റെ പിതാവും വളരെ എന്താ പറയുക, വളരെ ഉത്കണ്ഠാകുലരായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ
യേശു മറിയനോട് പറഞ്ഞേ, നിനക്കറിഞ്ഞൂടെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന്. അതായത് യേശുവിൻ്റെ പിതാവ് ദൈവമാണ്, ആ ദൈവത്തിൻ്റെ ഭവനമാണല്ലോ ദേവാലയം. അപ്പോൾ അവിടെ ഇരിക്കേണ്ടവനാണ് ഞാനെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് മറുചോദ്യമാണ് ചോദിക്കണത്. മനസ്സിലായോ? അതായത് നീ ചൂണ്ടിക്കാണിക്കണ ആളല്ല എൻ്റെ പിതാവ്, എൻ്റെ പിതാവിനെ എനിക്കറിയാം, നിനക്ക് എൻ്റെ പിതാവ് ആരാണെന്ന് പോലും ഒരു പിടിയില്ല എന്ന വിധത്തിലാണ് യേശു സംസാരിക്കുക. യേശു പിശാചാണല്ലോ, യേശു അങ്ങനെയല്ലേ സംസാരിക്കുള്ളൂ. പെറ്റ തള്ളനോട് സംസാരിക്കണേ, അത് മനസ്സിലാക്കണം. അതായത് അവര് ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്നാണ് പറയാതെ പറയുകയാണ് യേശു ഇവിടെ. മനസ്സിലായോ? കാരണം അവർ ചൂണ്ടിക്കാണിക്കണ ജോസഫിനാണ്. യേശു പറയണ ജോസഫല്ല എൻ്റെ തന്ത, എൻ്റെ അച്ഛൻ ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന ആളാണ്, യഹോവയാണ് എൻ്റെ അച്ഛൻ എന്നാണ് യേശു പറയുന്നത്. ബട്ട് ദേ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വാസ് സെയിങ് ടു ദം. പക്ഷെ യേശു പറഞ്ഞത് അവർക്കും മനസ്സിലായില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനൊരു അർത്ഥം കൂടി ഉണ്ട്. അതായത് മറിയയുടെ മുമ്പിൽ ഇങ്ങനെ ഗബ്രിയേൽ വന്നു, നീ ഒരു ദൈവത്തിന്റെ പുത്രനെ പ്രസവിക്കുന്നൊന്നും പറഞ്ഞ സംഭവം നടന്നിട്ടേ ഇല്ലെന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? എന്താ പറയാ പോയി. അപ്പോൾ ദെൻ ഹി വെന്റ് ഡൗൺ ടു നസറത്ത്. അതിനുശേഷം അവൻ നസറത്തിലേക്ക് പോയി വിത്ത് ദം, അതായത് യോസഫും മറിയയുമായിട്ട്. ആൻഡ് വാസ് ഒബീഡിയന്റ് ടു ദം, അവരോട് അനുസരണയോടുകൂടി അനുവർത്തിച്ചു. ബട്ട് ഹിസ് മദർ ട്രഷർഡ് ഓൾ ദീസ് തിങ്സ് ഇൻ ഹെർ ഹാർട്ട്. ആൻഡ് ജീസസ് ഗ്രൂ ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ. അതായത് അങ്ങനെ യേശു എവിടെ നസറത്തിൽ ഹി ഗ്രൂ ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ എന്ന് വെച്ചാൽ അവൻ അറിവിലും ആകാരത്തിലും. അതായത് ഒരാൾ ഒരു പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ യേശു നസറത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ബൈബിൾ വചനമുള്ളത്. എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, അതായത് എനിക്ക് ഒരു സൂചനയില്ല, ബൈബിളിൽ ഒരു സൂചനയില്ല. എന്തൊരു കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്, എന്തൊരു കള്ളമാണ് പറയുന്നത്. ലൂക്കായുടെ പുസ്തകം 2-ാം അധ്യായം 51-ാം വാക്യം, അവസാനത്തെ വാക്യം. അതുകൂടാണ്ട് 51-ാം വാക്യവും 52-ാം വാക്യവും, അവസാനത്തെ 2 വാക്യങ്ങൾ. അതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഈ വാക്യങ്ങളിൽ നിന്ന് വളരെ ക്ലിയർ ആണ് യേശു ഭാരതത്തിൽ വന്നിട്ടില്ല. ബൈബിള് പറയുന്നത് അവൻ 12 വയസ്സായിരുന്ന ആള്, 12 വയസ്സ് വരെയല്ലല്ലോ സ്റ്റേച്ചറിൽ വളരണത്. അതായത് ആകാരം വളരുന്നത്, ശരീരം വളരുന്നത് 12 വയസ്സ് വരെ മാത്രമാണോ? അല്ലല്ലോ. 18 വയസ്സ്, 19 വയസ്സ് ഒക്കെ ശരീരം വളരാം. മനസ്സിലായോ? അപ്പോൾ അത്രയും 19 വയസ്സ് വരെ എങ്കിലും യേശു നസറത്ത് ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ തെളിവുണ്ട്. മനസ്സിലായോ? പിന്നെ യേശു ഇവർ പറയണ പോലെ, ഈ കള്ളസ്വാമിമാർ പറയുന്നത് പോലെ യേശു ഭാരതത്തിലായിരുന്നെങ്കിൽ 12 വയസ്സിൽ മുങ്ങി ഭാരതത്തിൽ വന്ന് വേദവും എല്ലാം ഉപനിഷത്തുകളൊക്കെ പഠിച്ചു തിരിച്ചു പോയെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കണമെങ്കിൽ ഇവനെ നമുക്കറിഞ്ഞൂടെ? ഇവന്റെ മാതാപിതാക്കളെ നമുക്കറിഞ്ഞൂടെ? ഇവന്റെ സഹോദരന്മാരെ നമുക്കറിഞ്ഞൂടെ? ഇവൻ ഈ യോസഫിന്റെ മകനായ തച്ചനല്ലേ എന്ന് പറയുന്നുണ്ട്, കാർപ്പൻ്റർ അല്ലേ എന്ന്. അപ്പോൾ കാർപ്പൻ്ററി വർക്കും ചെയ്ത് അവിടെ ജീവിച്ചിരുന്ന ആളാണ് യേശു എന്നല്ല എൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ 2 യേശു ഉണ്ട്. ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു യേശു, ഭാരതത്തിൽ വന്ന് വേദം പഠിച്ച യേശു. എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഇദ്ദേഹം പറയുന്നത്, ആലോചിച്ച് നോക്കൂ. ഇനി ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ എങ്ങടെ പോണെന്ന് കണ്ടോട്ടോ. ഒരു സുവിശേഷത്തിലുമില്ല, ഒരു സുവിശേഷത്തിലുമില്ല. അപ്പൊ ലൂക്കയുടെ പുസ്തകത്തിലുള്ളതോ? എന്തിനാണ് മിസ്റ്റർ ഇങ്ങനെ കാവിട്ട് കള്ളം പറയുന്നത്? അതും യേശുവിനെ കുറിച്ച്. അത് പിശാചായ യേശുവിനെ വെള്ളപൂശി ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് അതിനെ കുടിയിരുത്താൻ ശ്രമിക്കുന്നു. എന്തൊരു പൈശാച പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തതെന്നറിയോ? പിന്നെ നമ്മൾ കാണുന്നത് നീണ്ട താടിയും തലമുടിയുമായി. ഇദ്ദേഹം ഇപ്പൊ യേശു സംസാരിക്കുന്നത് പോലെ തുടരെ നുണ പറയുകയാണ് ഇദ്ദേഹം, കള്ളങ്ങൾ പറയാൻ. പിന്നെ യേശുവിനെ കാണുന്നത് നീണ്ട താടിയും തലമുടിയുമായിട്ടാണ്. നീണ്ട താടിയും നീണ്ട തലമുടിയും. അതായത് ഇപ്പൊ ഒരു ഫോട്ടോ കാണിക്കുന്നില്ല യേശുവിന്റെ, അത് ശരിക്കുള്ള അന്നത്തെ യേശുവിന്റെ രൂപമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിചാരം. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കുന്നത്. അതായത് യാതൊരു വിവരമില്ല ഈ കാര്യത്തെക്കുറിച്ച്, ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച്. ബൈബിളിൽ ഒരിടത്തും യേശുവിന്റെ ആകാരത്തെക്കുറിച്ച് യാതൊരു സൂചനയില്ല. യേശു നല്ല ഉയരമുള്ള ആളായിരുന്നോ, അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ ആളായിരുന്നോ, കുള്ളനായിരുന്നോ, യേശു തടിയുള്ള ആളായിരുന്നോ, അല്ലെ വളരെ മെലിഞ്ഞ കൃഷഗാത്രനായിരുന്നോ, ഇതിനെക്കുറിച്ചൊന്നും. അല്ലെങ്കിൽ യേശുവിന് താടി ഉണ്ടായിരുന്നോ, നീളമുള്ള മുടി ഉണ്ടായിരുന്നോ, യേശുവിൻ്റെ മൂക്ക് നീണ്ടാണ് ഇരുന്നിരുന്നത്, അല്ലെങ്കിൽ താമരപ്പൂ പോലത്തെ സുന്ദരമായ കണ്ണുകൾ യേശുവിനുണ്ടായിരുന്നോ? ഇതൊന്നും യാതൊരു യേശുവിൻ്റെ രൂപത്തെക്കുറിച്ച് ബൈബിളിൽ യാതൊരു പരാമർശമില്ല. മനസ്സിലായി? ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഈ കള്ളസ്വാമി പറയുന്നതല്ല. ഇദ്ദേഹം പറയുന്നത് മുഴുവനും കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്. കഷ്ടം. ഏകവസ്ത്രം ധരിച്ച യേശുവെയാണ്.
ഓ, ഏക വസ്ത്രം ധരിച്ചു. അപ്പൊ യേശുവിനെ എങ്ങനെയെങ്കിലും സന്യാസിയാക്കാൻ നോക്കണേ. മനസ്സിലായോ? താടി, നീണ്ട താടി, നീണ്ട തലമുടി, ഏക വസ്ത്രം ധരിച്ച യേശുവിനാണ് പിന്നെ കാണണേന്ന് 12 വയസ്സ് കഴിഞ്ഞിട്ട്. എന്തൊരു നുണയാണ് ഇദ്ദേഹം പറയുന്നതെന്ന് ആലോചിക്കണേ. ഒരു ലജ്ജയില്ലാണ്ട് ഹിന്ദുക്കളോട് നുണ പറയണേ. ഇത് ഇത് ഏഹ്, ഏഹ്, എറണാകുളം ഋഷിനാകുളം TDM ഹാളിൽ നടന്ന ഒരു സംഭവമാണ്, ഈ പ്രസംഗമാണ് ഇദ്ദേഹത്തിന്റെ സോക്കോൾഡ് പ്രഭാഷണം. എന്താ പറയാ? പിന്നെ കാണും ഏകവസ്ത്രം ധരിച്ച. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ. ഏക വസ്ത്രം മാത്രമേ യേശു ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഇദ്ദേഹത്തിന്റെ ഭാവനയിൽ ഇദ്ദേഹത്തിന് സ്വപ്നം കണ്ടതായിരിക്കാം വിളിച്ചു പോകുന്നത്. അദ്ദേഹം തത്വോപദേശം ചെയ്യുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അയ്യോ, യേശു പിന്നെ കാണുന്ന യേശു നീണ്ട മുടി, നീണ്ട താടി, പിന്നെ തത്വോപദേശം ചെയ്യുന്ന യേശുവിനാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഇദ്ദേഹം പറയണത്. യേശുവിനെ വെള്ളപൂശിയല്ലേ ഇദ്ദേഹം? ഇല്ലേ? ഹിന്ദു സന്യാസിയായിരുന്നിട്ട് ഇസ്രായേലിന്റെ തന്തയില്ലാത്തവനെ വെള്ളപൂശണ ഇദ്ദേഹത്തിന് എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? ഈ ഇസ്രായേലിൽ പിശാചി ജനിച്ചുകൊണ്ടാണ് മനുഷ്യന്മാര് മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും യഹൂദരെന്നും പറഞ്ഞ് മനുഷ്യർ തമ്മിൽ തല്ലിച്ചാവണത്. അവനെങ്ങനെയെങ്കിലും ഇവ പിശാചാണെന്ന് മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഞാനിങ്ങനെ കിടന്ന് കീറി കുറിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെയുള്ള മാരണങ്ങൾ വന്നിട്ട് ഹിന്ദുക്കളെ പറ്റിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് ഒരു ഫോൾസ് ഇമേജ്, ഒരു തെറ്റായ ഒരു രൂപം ഇദ്ദേഹം നൽകണേ. അതായത് യേശു സന്യാസി ആയിരുന്നു, യേശു ഭാരതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭാരതത്തിൽ വന്ന് യേശു വേദങ്ങളും എല്ലാം വേദാന്തവും ഒക്കെ പഠിച്ച്, അതായത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ 33 വയസ്സാണ്. അതും തെറ്റാണ്. മനസ്സിലായി? യേശുവിൻ്റെ ഇവർ ക്രിസ്ത്യാനികൾ പറയുന്ന മിനിസ്ട്രി, അതായത് യേശുവിൻ്റെ ഈ പൊതുപരിപാടി, അതായത് ആൾക്കാരോടൊക്കെ പോയിട്ട് ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്, അത് തുടങ്ങുമ്പോൾ അവന് ഏതാണ്ട് 30 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. മാർക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇദ്ദേഹം 33 വയസ്സെന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്തം, എന്തൊരു വിഡ്ഢിത്തം. അദ്ദേഹം ഏത് തത്വോപദേശമാണ് പിന്നീട് ചെയ്തത്? ശുദ്ധമായ വേദാന്തോപദേശമാണ്. ഹൗ യേശുവിന്റെ തത്വോപദേശം ശുദ്ധമായ വേദാന്ത ഉപദേശമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിനെ കള്ളസ്വാമി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. കാരണം ഇങ്ങനെയൊക്കെ പറയാവോ? ഒരു കാര്യം, ഒരു വിവരമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഇദ്ദേഹം എന്തിനാണ് പ്രസംഗം നടത്തുന്നത്? ഇദ്ദേഹം ഹിന്ദു സന്യാസിയാണെങ്കിൽ ഹിന്ദുക്കളെ ഹിന്ദുമതം പഠിപ്പിക്കട്ടെ. ഈ അറിവില്ലാത്ത കാര്യം എന്തിനാണ് ഇയാൾ വിളിച്ചു പോകണം? എന്തിനാ? മനസ്സിലായോ? ഇദ്ദേഹം എന്തൊക്കെ വിട്ടിത്തരമാണ് വിളിച്ചു പറയണത്? ശുദ്ധമായ വേദാന്തം. ഇതാ കേൾക്കൂ. ഏത് തത്വോപദേശമാണ് പിന്നീട് ചെയ്തത്? ശുദ്ധമായ വേദാന്തോപദേശമാണ്. ഇദ്ദേഹത്തിന് വേദാന്തത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് ഇദ്ദേഹം ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മ ഇദ്ദേഹം വെളിപ്പെടുത്തി. മനസ്സിലായോ? വേദാന്തം പറയണത്രേ. വേദാന്തി എന്ന് പറഞ്ഞാൽ എന്താണ് പോയി? വേദാന്തം എന്ന് പറഞ്ഞാല് ആത്മജ്ഞാനമാണ് വേദാന്തം. ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ്, ഞാൻ ആരാണ് എന്ന വിഷയമാണ്. ഉള്ളിലേക്ക് തന്നെ നോക്കലാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് സ്വർഗരാജ്യമൊന്നുമല്ല. യേശു വായിന്ന് വരുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും, അങ്ങനെയാണോ സനാതനധർമ്മം പറയുന്നത്? ആണോ? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഏത് സനാതന ധർമ്മത്തിലാണ് പറയുന്നത്? യേശു പറഞ്ഞത് അതാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് അത് ശുദ്ധ വേദാന്തമാണെന്നാണ് യേശു പറഞ്ഞത്. എന്തൊരു കഷ്ടമാണ്! എങ്ങനെ സാധിക്കുന്നത് ഇങ്ങനെ ഒരു കൊലച്ചതി? ഇദ്ദേഹം ചതിയനാണ് കേട്ടോ, പറയാതെ വയ്യ. ഹിന്ദുക്കളെ വഞ്ചിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. എനിവേസ്, കേട്ടോളൂ, ബാക്കി കൂടി കേട്ടോളൂ. വേദാന്തം പഠിക്കാത്ത ഒരാൾക്ക് യേശുവിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാവില്ല. ചോടാ, വേദാന്തം പഠിക്കണമെന്ന് യേശുവിൻ്റെ ഉപദേശം മനസ്സിലാകണമെങ്കിൽ എങ്ങനെയുണ്ട്? എങ്ങനെ സാധിക്കണം ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാനായിട്ട്? ഒട്ടും മനസാക്ഷി കുത്തില്ലാണ്ട് ഉളുപ്പില്ലാണ്ട് നുണ പറയുന്നു. യേശുവിൻ്റെ ഉപദേശം എന്താണ് യേശുവിൻ്റെ ഉപദേശം? യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, യേശുവിനെ അയച്ചേക്കണത് ദൈവമാണ് എന്ന് വിശ്വസിക്കുക നമ്മൾ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് രക്ഷ, വിശ്വസിക്കാത്തവർക്ക് നിത്യനരകം. ഇതാണ് യേശുവിൻ്റെ ഉപദേശം. ഇന്ന നക്ഷൽ, ഒരു ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? എന്നിട്ട് ഇദ്ദേഹം പറയണതാണ്
വേദാന്തം അറിയാത്തവന് യേശുവിൻ്റെ ഉപദേശം മനസ്സിലാവില്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എങ്ങനെ സാധിക്കണ പോയി ഇങ്ങനെ പറഞ്ഞ ഇദ്ദേഹം മാത്രമല്ലടാ, ഇദ്ദേഹം ഒരാളായിരുന്നെങ്കിൽ നമ്മൾ പോട്ടെ എന്ന് വിചാരിച്ചേ, ഒരു ഭ്രാന്തന്റെ ജൽപ്പനം എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞനെ. ഇദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ തന്നെ കുറച്ച് സമയമായി, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുക്കണം. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്ലേ ചെയ്യാം. ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. അതുകൊണ്ടാണല്ലോ അവര് ശരിപ്പെടുത്തിയത്. ഉഫ്. കാരണം യേശുവിനെ കൊന്നത് യഹൂദർക്ക് വേദാന്തം അറിയില്ലാത്തത് കൊണ്ടാണ് യേശുവിനെ അവർക്ക് ശരിപ്പെടുത്തിയെന്നാ പറയണത്. അവ യേശു ഇന്നസെന്റ്, മനസ്സിലായോ? ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ? സമാധാനമല്ല, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് യേശു. മനസ്സിലായോ? പിന്നെ ബൈബിളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദിസ് ഇസ് വൈ ദ ജൂസ്, യഹൂദര് hated Jesus all the more. Not only that he broke the Sabbath law, but also he called their God his father. അതായത് അവൻ ഇക്കാരണത്താലാണ് യേശുവിനെ യഹൂദർ പൂർവാധികം വെറുത്തത്. അവൻ ശാബത്ത് ലംഘിക്കുക മാത്രമല്ല, തങ്ങളുടെ ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു, പറയുകയും ചെയ്തു. മനസ്സിലായോ? അവർ രണ്ട് കാരണം അവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം പുതിയ കാരണം കണ്ടുപിടിക്കണം, പുതിയ വേദാന്തി. മൈക്കും ഇതൊക്കെ വെച്ച് യൂട്യൂബിൽ ഇത് വേദാന്തം പറയണേ, ഇദ്ദേഹം സംസാരിക്കണേ. യേശുവിനെ യഹൂദർ കൊല്ലാനുള്ള കാരണം യഹൂദർക്ക് വേദാന്തം അറിയാൻ പാടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ വേദാന്ത പൊരുളുകളൊന്നും അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് യേശുവിനെ ശരിപ്പെടുത്തിയെന്ന് പറഞ്ഞത്. സ്വർഗം അങ്ങ് വിദൂരസ്ഥമാണ്. യേശു ശുദ്ധമായ വേദാന്തം പഠിപ്പിച്ചു. സ്വർഗരാജ്യം ഹൃദയത്തിനുള്ളിലാണ്. കിങ്ഡം ഓഫ് ഹെവൻ ഇസ് വിത്തിൻ യു, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് സ്വർഗരാജ്യം ഹൃദയത്തിനുള്ളിലാണ് എന്ന് യേശു പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഈ വേദാന്തവും ഈ സ്വർഗരാജ്യവും തമ്മിൽ എന്താ ബന്ധം അതൊന്ന് പറഞ്ഞു. വേദാന്തവും സ്വർഗരാജ്യവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തൊരു കഷ്ടം എന്നറിയോ? അപ്പൊ ഇതാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന വേദാന്തം. എന്തൊരു ദയനീയ അവസ്ഥയാണ് ഹിന്ദുക്കളുടെ. ഇതുപോലുള്ള കള്ളന്മാരുടെ കള്ളപ്രസംഗം, പ്രഭാഷണമെന്ന് കരുതി അമൃത് പോലെ വിഷമാണ് ഇവര് കുടിക്കുന്നത് ഹിന്ദുക്കൾ. എന്തൊരു ദയനീയാവസ്ഥ എന്നറിയോ? കേട്ടോളൂ, ബാക്കിയോട് കേട്ടോളൂ. അവിടെ ഈശ്വരൻ വേറെ, ജീവൻ വേറെ. യേശു പഠിപ്പിച്ചു പിതാവും പുത്രനും ഒന്നാകുന്നു. എവിടെയാണ് യേശു പറഞ്ഞേക്കണ പിതാവും പുത്രനും ഒന്നാകുന്നു? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ യേശു തന്നെ യേശുവിനോട് ടെൽ us the date and hour of your second coming and end of all things എന്ന് മത്തായിയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ, അതായത് നിന്റെ രണ്ടാം വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും തീയതിയും മണിക്കൂറും ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ മറുപടി, യേശു പറയണാണ് ബട്ട് ദ ഡേറ്റ് ആൻഡ് അവർ, പക്ഷേ ആ തീയതിയും മണിക്കൂറും not known to the angels in heaven nor to the Son, only the Father knows. അതായത് യേശു രണ്ടാം വരവ്, അതിൻ്റെ ഡേറ്റും മണിക്കൂറും സമയവും എപ്പോഴാണെന്ന് സ്വർഗത്തിലെ മാലാഖമാർക്ക് പോലും അറിയാൻ പാടില്ല. പുത്രനും അറിയില്ല, അതായത് എനിക്കും അറിയാൻ പാടില്ല, പിതാവിന് മാത്രം അറിയാം. യേശുവും പിതാവും ഒന്നാണെന്നല്ലേ പറഞ്ഞത്. പിന്നെന്താണ് അറിവിൻ്റെ കാര്യത്തിൽ എങ്ങനെ വ്യത്യാസം വന്നു? അറിവിൻ്റെ കാര്യത്തിൽ വ്യത്യാസമാണെന്ന് സമ്മതിച്ചല്ലോ യേശു. അപ്പൊ യേശുവും യേശുവിൻ്റെ പിതാവും ഒന്നാണെന്ന് പറയുന്നത് പോലും കള്ളമായില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുള്ള യേശുവിനെ ഇദ്ദേഹം വേദാന്തിയാക്കാൻ ശ്രമിക്കണേ. ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലേ? ഹിന്ദുക്കളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കലാണോ ഇദ്ദേഹത്തിന്റെ ജോലി? ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്നല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ യേശു വേദാന്തി ആണെങ്കിൽ, സപ്പോസിങ് ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നമുക്ക് കരുതാം. ഓക്കെ, യേശു വേദാന്തി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഈ ഗർവാപ്പസി എന്ന് പറഞ്ഞ പരിപാടി ഈ ഹിന്ദുക്കൾ നിർത്തണം. കാരണം യേശു വേദാന്തി ആണെങ്കിൽ യേശുവിൻ്റെ മാർഗത്തിൽ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല ക്രിസ്ത്യാനിയാവുന്നതിൽ. പിന്നെ ക്രിസ്ത്യാനികളെ ഗർവാപ്പസി ആക്കണേ. ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നവനല്ലേ, എന്നെ ഗർവാപ്പസി RSSന്റെ കാര്യാലയത്തിലല്ലേ അത് സംഭവിച്ചത് അല്ലേ? അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യണത്? യേശു വേദാന്തി ആണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനികളെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, അവർ ശരിയായ മാർഗത്തിലല്ലേ. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് യാതൊരു വിധത്തിലും ശരിയാവില്ല. ഇദ്ദേഹം സംസാരിക്കണേ യേശുവിനെ വേദാന്തിയാക്കാൻ നോക്കണം. പിശാചിൻ്റെ മാതിരി ഉണ്ട്. എനിക്കിപ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ പിശാചിനെ കാണുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയും വലിയ മഹാപാപിയാണ് ഇയാൾ. ഇത്രയും വലിയ പാപം, ഇതിനേക്കാളും വലിയ പാപമില്ല. മനസ്സിലായോ? അതായത് വിഷം പാലാണെന്നും പറഞ്ഞ് കുടിപ്പിക്കണാണ് ഇദ്ദേഹം. മനസ്സിലായോ? മഹാപാപമാണത്. അന്തരംഗ ശിഷ്യന്മാരോട് പറഞ്ഞതൊക്കെയും ശുദ്ധ വേദാന്തമാണ്. ഹൗ, എനിക്ക് വയ്യ. അന്തരംഗ ശിഷ്യന്മാർ, അതെന്ത് ശിഷ്യന്മാരാണാവോ? അങ്ങനെ ഒരു ശിഷ്യന്മാരെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലല്ലോ. അപ്പോസ്തലന്മാരെന്ന് പറയുന്നുണ്ട്. യേശു വിളിച്ച് കം ഫോളോ മീ എന്ന് പറഞ്ഞ് യേശുവിനെ ഫോളോ ചെയ്ത ആൾക്കാർ. അതൊക്കെ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ. സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു അവർ. സ്നാപയോഹന്നാൻ തന്നെ പറഞ്ഞ് ഇവരെയൊക്കെ ആക്കി വെച്ചിരിക്കണമായിരുന്നു. അങ്ങനെയാണ് യേശു വിളിക്കുമ്പോൾ ഇവർ അപ്പനെയും വലകളൊക്കെ ഉപേക്ഷിച്ച് പോണത്. അതിൽ യാതൊരു അതിശയവും ഇല്ല അതിൻ്റെ അകത്ത്. ആക്ച്വലി ആ യേശു ഒരു വലിയൊരു സൂപ്പർമാനായിട്ടൊന്നുമല്ല അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇദ്ദേഹം പറഞ്ഞ അന്തരംഗ ശിഷ്യന്മാരോട് മാത്രം യേശു വേദാന്തം പറയാതെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിച്ചു അത്ര. മനസ്സിലായി? സമൂഹത്തോട് പലതും പറഞ്ഞിട്ടുണ്ട്, ധർമ്മം എന്നുള്ള രൂപത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തോട് ധർമ്മം എന്ന രൂപത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട് യേശു. എന്ത് വിഡിത്തമാണ് ഇദ്ദേഹം പറയുന്നത്. ലൂക്കായുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യം. അവിടെ യേശു സമൂഹത്തോട് പറയുന്നത് എന്താണെന്ന് അറിയാം? നിങ്ങൾ അധാർമികമായ മാർഗത്തിൽ ധനം സമ്പാദിക്കുവിൻ. മേക്ക് മണി ഇൻ അൺറൈറ്റിയസ് വേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അധാർമികമായ മാർഗത്തിൽ ധനം സമ്പാദിക്കാൻ ശിഷ്യന്മാരോടും കൂടി യേശുവിൻ്റെ ചുറ്റും നിന്ന ആൾക്കാരോട് പറയുന്ന യേശു ധാർമ്മികമായി സമൂഹത്തോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഇദ്ദേഹം സ്വയം വിഡ്ഢിയാവുകയല്ലേ ചെയ്യുന്നത് അല്ലേ? യേശുവിനെ അറിയാതെ യേശുവിനെ കുറിച്ച് സംസാരിക്കരുത്. മനസ്സിലായി? അങ്ങനെ ആര് സംസാരിച്ചാലും തെറ്റിപ്പോവും യേശുവിനെ കുറിച്ച് സംസാരിച്ചാലും. ഓക്കെ, യേശു പിശാചാണെന്ന് അറിഞ്ഞാൽ മാത്രമേ യേശുവിനെ കുറിച്ച് സംസാരിക്കാതെ തെറ്റുകൂടാതെ സംസാരിക്കാൻ കഴിയൂ. ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിയുമില്ല. ഇത് ശരിക്കും ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും യേശുവിന് നീളമുള്ള താടി ഉണ്ടായിരുന്നു, നീളമുള്ള മുടി ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും പറയത്തില്ല. പിന്നെ അത് മാത്രമല്ല, 12 വയസ്സ് പോലും പിന്നെ യേശുവിനെ കണ്ടിട്ടില്ല. പിന്നെ 33 വയസ്സായപ്പോഴാണ് പിന്നെ യേശുവിനെ കാണുന്നതെന്നൊന്നും ഇത്തരം വിഡ്ഢിത്തരമൊന്നും ഇദ്ദേഹം ഒരിക്കലും വിളിച്ചു പറയില്ല ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇദ്ദേഹം ബൈബിള് വായിക്കാതെ തന്നെ വെച്ച് തള്ളണങ്ങൾ. മനസ്സിലായോ? അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തൊരു കഷ്ടം എന്ന് പറയും. എന്തൊരു കഷ്ടം. ഇത് കേട്ടിരിക്കണ ഹിന്ദുക്കളുടെ ഇപ്പൊ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഇത് കേട്ടിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം ഹിന്ദുക്കൾ ഇത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വന്നിരിക്കണ കമൻസ് ഒക്കെ നിങ്ങളൊന്ന് കേൾക്കണം. ക്രിസ്ത്യാനികൾ വന്നിട്ട് കൈയടിച്ച് പാസ്സാക്കണേ. മനസ്സിലായോ? കാരണം ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താണ്? ഇവർ ഈ ക്രിസ്ത്യാനികൾക്ക് വിത്തിറക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ മനസ്സ് ഉഴുതും മറിച്ച് അങ്ങോട്ട് കൊടുക്കണേ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു മഹാദ്രോഹമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ പോലെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതൊക്കെ പതിയെ പതിയെ പറയുമ്പോൾ തന്നെ അല്പസമയമായി. ഞാൻ വീണ്ടും വരാം. ഇതിപ്പോൾ 2ാം ഭാഗമല്ലേ, ഇനിയും ഉണ്ടല്ലോ. ഇതിപ്പം 12 മിനിറ്റ് 4 മിനിറ്റ് ആയിട്ടുള്ളൂ. 4 മിനിറ്റും 23 സെക്കൻഡും ആയിട്ടുള്ളൂ. അതിൽ 12 മിനിറ്റുള്ള, അതിൽ 1/3 മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 3ാം ഭാഗം ഉണ്ടാവും, 4ാം ഭാഗം ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, കാരണം ഒരുപാട് സംസാരിച്ച് 3/4 മണിക്കൂർ 1 മണിക്കൂർ അങ്ങനത്തെ വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പലരും പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിർത്തുന്നത്. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.